ഹലോ, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഈ തിരക്ക് പിടിച്ചുള്ള യാത്ര അവലി എങ്ങോട്ടേക്കാണ് എന്നായിരിക്കും നിങ്ങളുടെ വിചാരം. എല്ലാ സൺഡേയും എന്താണോ ഞങ്ങൾ കാണിക്കുന്നത് അതൊക്കെ തന്നെ. ഇന്ന് ഏട്ടൻ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. എല്ലാ സൺഡേയും അതുപോലെ ജോലിയിലാണ്ട് പണിയില്ലാതിരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ദിവസവും ഞങ്ങളിങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോകും. ഏട്ടൻ പിന്നെ ലോഡിങ്ങിലായതുകൊണ്ട് ലോഡ് വരുമ്പോൾ ചെന്നാൽ മതി, വിളിക്കും, അപ്പോൾ പോയാൽ മതി. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോണേന് എല്ലാം വെച്ച് ഒരുങ്ങി യാത്രയെ ഇറങ്ങുവാണ്. അപ്പോൾ നമ്മുടെ വീരാൻകുട്ടി ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നീങ്ങിയിട്ടാണ് സാൻ്റെ കിടക്കുന്നത്. എന്താണെന്നറിയില്ല, അവർ തമ്മിൽ ഭയങ്കര ബോണ്ടാണ്, തല്ലുപിടുത്തത്തിൽ. ഞാൻ താക്കോലൊക്കെ എടുത്ത് അതുപോലെ തന്നെ ഏട്ട വണ്ടി എടുത്ത് പുറത്തേക്ക് വരികയാണ്. സാൻഡിനായിട്ട് കോർക്കാനാണ് വീരം ചെല്ലണത്. അപ്പോൾ ഞങ്ങൾ പോവുകയാണേ. ഏട്ടൻ വണ്ടിയായിട്ട് പുറത്തോട്ട് ഇറങ്ങി, ഞാൻ താക്കോലൊക്കെ എടുത്ത് ഗേറ്റും പൂട്ടി. അപ്പോൾ വീരം വന്ന് നിൽക്കണേണേ. അപ്പോൾ ഞാൻ വീരനോട് യാത്രയൊക്കെ പറഞ്ഞ്, എവിടെ ഒരു മൈൻഡാക്കണില്ല. അവനറിയാൻ ഇപ്പോഴൊന്നും എത്തൂല എന്നുള്ളത്. രണ്ടുപേരും അവിടെ അങ്ങനെ കിടക്കുവാണേ. അങ്ങനെ വണ്ടി കയറി കേട്ടോ. ഞങ്ങളങ്ങനെ പോവാണ്. ഇന്നത്തെ സൺഡേ ഇങ്ങനെ അങ്ങോട്ട് കഴിയും. ഇത് ഇളങ്ങുന്നപ്പുഴ പടിഞ്ഞാട്ടേക്കുള്ള വഴിയാണ്. എന്ത് ഭംഗിയാണെന്നറിയോ ഇവിടെയൊക്കെ കാണാനായിട്ട്. നമ്മുടെ ജനിച്ചു വളർന്ന നാടിൻ്റെ ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നാട് വിട്ട് വേറെ എവിടെയെങ്കിലേക്ക് മാറണം, അപ്പം അറിയാനേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ എത്തിയേട്ടാ. മാലിപ്പുറം ബീച്ചിലാണ് ഞങ്ങൾ എന്നും ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ പോവാറുള്ളത്. അപ്പോൾ ഞങ്ങൾ ആ വഴിയിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഞാനീ നടക്കണ വഴിയുടെ ശരിക്കും പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ക്രിക്കറ്റ് ടീമും റൈറ്റ് സൈഡിൽ ഫുട്ബോൾ ടീമും ആണേ. നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് എന്നെയും വിളിച്ചുകൊണ്ട് പോകുന്നത്. എനിക്ക് ഈ ചൂട് പറ്റത്തില്ല. അപ്പം ഇവിടെ ആകുമ്പോൾ എനിക്ക് കാറ്റുകൊണ്ടിരിക്കാമല്ലോ. ഞങ്ങളെപ്പോഴും വരുമ്പോൾ ഇവിടെ ഒരു ഊഞ്ഞാലയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അതിലാരെങ്കിലൊക്കെ ഈ കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വന്നിരിക്കും. കൂവി വന്ന് കൂവിക്കപ്പോൾ ഭക്ഷണം കൊടുക്കുവാണേ. കൂവിക്ക് എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ വരുമ്പോൾ ഭക്ഷണം കൊണ്ടുവരും. അപ്പോൾ ഒരു വലിയച്ഛൻ വന്നിട്ട് എന്നോട് സംസാരിക്കണേണ്ട. അപ്പോൾ ആ വലിയച്ഛനോട് ഞാൻ മറുപടി കൊടുക്കണേ. അവിടെ അപ്പുറത്തൊരു ബ്ലാക്ക് പട്ടിയിരിപ്പുണ്ട്. അവന് 25 വയസ്സായിരുന്നു. അപ്പോൾ അവനെത്തിരി ചോറ് കൊടുക്കുമെന്ന് വെച്ചപ്പോൾ ഞാൻ അവനും കൂടി കൊണ്ടുപോയി കൊടുക്കുവാണ്. കൂവിക്ക് മാത്രമായിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. ഭാഗ്യത്തിനെന്തോ ഞാൻ ഇത്തിരി ചോറ് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്ത്. ഞാനൊരു ഊഞ്ഞാലായിട്ട് സാരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിലായിട്ട് ഊഞ്ഞാലയൊക്കെ കെട്ടി തന്ന്. അപ്പോൾ ഇത് എന്തിട്ടാണ്, എൻ്റെ അമ്പാടിയോ അയ്യോ അവൻ്റെ പേര് ഞാൻ മറന്നുപോയി. അഖിൽ, അവൻ്റെ മക്കളാണേ. അപ്പോൾ ഇവിടെ കളിയൊക്കെ തുടങ്ങി. പിള്ളേർ പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കണേണ് അച്ഛനെ. അങ്ങനെ കളി തുടങ്ങി. ഏട്ടൻ്റെ ബാറ്റിംഗ് ആയി. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ടച്ച്. എപ്പോഴും എടുക്കണമെന്ന് വിചാരിക്കും ഏട്ടൻ്റെ കളി. അപ്പോൾ മറന്നു പോവും. ഏട്ടൻ്റെ ബാറ്റിങ്ങോ ഏട്ടൻ്റെ ബോളിങ്ങോ ആകുമ്പോഴത്തേക്ക് ഞാൻ മറന്നു പോവും. ഇതിപ്പോൾ യാദൃശ്ചികമായിട്ട് കിട്ടിയാണ്. അപ്പോൾ അവരവിടെ അങ്ങനെ കളിയൊക്കെ കളിക്കാനോടൊപ്പം അവിടെ ഇവരിങ്ങനെ ഒരു ടീം ഇങ്ങനെ മാറി നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണേ. എന്തൊക്കെയോ പറയണുണ്ട് അവർ. ഞാനിതെല്ലാം എടുക്കുന്നത് ഊഞ്ഞാലയിൽ ഇരുന്നിട്ടുണ്ടത്. എൻ്റെ സാരിയുടെ ഇത് വെച്ചിട്ട് കെട്ടിയേക്കണ ഊഞ്ഞാലയിൽ. അപ്പോൾ കളിയും കഴിഞ്ഞ് വന്നേണേ. അപ്പോൾ അഖിൽ അവിടെ ഫോണും പേഴ്സൊക്കെ എന്തോ മറന്നു വെച്ചിട്ടുണ്ടെന്നോ വെച്ചതാണ് കളിക്കുന്ന സമയത്ത്. അപ്പോൾ അത് ഞാൻ അഖിലിനെ വിളിക്കണേണ്. അപ്പോൾ ഞാനേ ഒരു കൃഷ്ണൻ്റെ വീഡിയോ കണ്ടായിരുന്നു. എനിക്ക് കൃഷ്ണനെ മേടിച്ചു തരുമെന്ന് ഞാൻ ചോദിച്ചിട്ട് ഏട്ടനെ വിളിച്ച്. അപ്പോൾ ഏട്ടൻ പറയുവാണേ ഞാൻ തന്നെ ഒരു കൃഷ്ണനല്ലേ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് പോകുന്നു. വേണ്ട എന്ത് രസം നോക്കിയേ. പൈൻകാടാണ് കേട്ടോ, വൈപ്പിൻകരക്കാരുടെ വൈൻകാട്. വളപ്പ് തുടങ്ങി നമ്മുടെ ഇളകുന്നപ്പുഴ വരെ ഉണ്ട് കേട്ടോ. അത് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇന്ന് കളി അവസാനിപ്പിച്ചത് ഒരു 6:30 ആയപ്പോഴത്തേക്കാണ് കേട്ടോ.
സാധാരണ 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവസാനിക്കണേണ്. അങ്ങനെ വേഗണ്ട നല്ല ഭംഗിയില്ലേ ഇവിടെ കാണാൻ. ഒരു സ്വഭാവമൊക്കെ എടുത്ത വീഡിയോ ഇടാട്ടോ. അങ്ങനെ ഇപ്പോൾ പോണ വഴിക്ക് ഞങ്ങളൊരു ചായക്കടയിൽ കയറി. എന്നും എല്ലാ ഞായറാഴ്ചയും ഇതുപോലെ കളിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞങ്ങൾ ചായക്കടയിൽ കയറിയിട്ട് ചായ കുടിക്കാറാണ് പതിവ്. അപ്പോൾ നമ്മൾ ആ ചായക്കടയിൽ കയറി ചായയൊക്കെ കുടിച്ചിട്ടാണ് പോവുക. അതേ ഭയങ്കര കുറയട്ടാ. എപ്പോഴും എഡിറ്റിങ് ചെയ്യുമ്പോൾ ഈ കുറയും. ഒരു മനുഷ്യനവൻ കടത്തി വിടൂല. നമ്മൾ ചായക്കടയിലെത്തിയേ. അപ്പം നമ്മൾ ചായക്കടയിൽ എത്തിയിട്ട് വീഡിയോ വൈൻഡപ്പ് ആവും കേട്ടോ. അതുവരെ ഉള്ളൂ നമ്മുടെ ഇത്. ബാക്കി എടുത്തില്ല സത്യം പറഞ്ഞാൽ. ഇരുട്ടായി ചായക്കടയിൽ നിന്നൊക്കെ പോയപ്പോഴത്തേക്കും. അപ്പോൾ ഇവിടെയും കിടപ്പുണ്ട് ഒരാൾ. നമ്മളെത്തി. ഇവിടെ നിന്നുണ്ടാവും ചായ കുടിക്കണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോ കാണാവേ.